രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ യാത്ര ബീഹാറിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. വോട്ട് അവകാശ യാത്ര 1300 കിലോമീറ്റർ. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരംഭിച്ചിരിക്കുന്ന ഈ യാത്ര ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ബീഹാറിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും അവിടെ യഥാർത്ഥ വോട്ടർമാരെ, ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ നടപടികളും ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അവരുടെ സംഘം നടത്തുന്ന ഈ യാത്ര കണ്ടപ്പോൾ ഓർമ്മ വന്നത് രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ്. 2022 അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്ര, ആ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കോളേജ് പ്രിൻസിപ്പലും ചരിത്രകാരനുമായ ഡോക്ടർ മനോജ് കുമാർ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകമാണ് ഇനി അത്ര പെട്ടെന്നാരും ഉറങ്ങുമെന്ന് കരുതേണ്ട എന്ന പുസ്തകം. രാഹുൽ ഗാന്ധി നടത്തിയ 100 കണക്കിന് പ്രസംഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഫേബിയൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഇങ്ങനെ പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ചെറു രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അദാനിയുടെ ഷെൽ കമ്പനികളിൽ 20,000 കോടിയുടെ നിക്ഷേപമാണ് എത്തിയത്. ഇത് ആരുടേതാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനാണ് എനിക്കെതിരെയുള്ള നീക്കങ്ങൾ. എനിക്ക് ആരെയും ഭയമില്ല, അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അയോഗ്യതയും ജയിലും കാണിച്ച് എന്നെ പേടിപ്പിക്കാനാവില്ല. എൻ്റെ പേര് സവർക്കർ എന്നല്ല, ഗാന്ധി എന്നാണ്. ഗാന്ധി ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല. ഈ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നമ്മുടെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യ ദിനത്തിൽ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പുറത്തിറക്കിയ പോസ്റ്റർ ഓർമ്മ വരികയാണ്. രാജ്യത്തിനു വേണ്ടി തൂക്കുകയർ കണ്ടപ്പോഴും ഭയപ്പെടാതെ മരണം വരിച്ച ഭഗത് സിംഗ്, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മജി, ഇവരുടെ ചിത്രങ്ങൾക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ടാണ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിൽ മോചിതനാകാൻ വേണ്ടി മാപ്പെഴുതി കൊടുത്ത സവർക്കർ, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും പങ്കെടുത്തിട്ടില്ലാത്ത സവർക്കർ, ആ സവർക്കറെ മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മഹാത്മജിയുടെ ചിത്രവും ഭഗത് സിംഗിൻ്റെ ചിത്രവും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രവും താഴെ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ പുറത്തിറക്കി. നമ്മുടെ കേരളീയനായ മന്ത്രി സുരേഷ് ഗോപിയാണ് ആ വകുപ്പിൻ്റെ അധിപൻ. ആലോചിച്ചു നോക്കൂ, ഒരു കലാകാരൻ കൂടിയായ സുരേഷ് ഗോപി ഭരിക്കുന്ന ആ വകുപ്പിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യ ബോധത്തെ അപമാനിക്കുന്ന ഇത്തരം ഒരു പോസ്റ്റർ പുറത്തു വന്നതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കേണ്ടതല്ലേ? അപ്പോൾ രാഹുൽ ഗാന്ധിയെ കാലങ്ങളായി അധിക്ഷേപിക്കാനും ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ് BJP നടത്തി വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വേണമെങ്കിൽ അവർക്ക് കൊല്ലാം, പക്ഷേ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ BJPക്ക് കഴിയില്ല. അത് ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമത്തിലൂടെ മോദി 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് വോട്ട് അട്ടിമറിച്ചുകൊണ്ടാണ്, വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന് തുറന്നു പറയാനുള്ള ധീരത രാഹുൽ ഗാന്ധി കാണിച്ചു. പപ്പു എന്നും അമുൽ ബേബി എന്നും എല്ലാം വിളിച്ച് BJPയും ഇടതുപക്ഷവും പോലും അധിക്ഷേപിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ന് പഴയ രാഹുൽ ഗാന്ധിയല്ല. ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സും ഹൃദയവുമാണ് കീഴടക്കിയത്. ആയിരക്കണക്കിന് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം
വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, തൊഴിലാളികൾക്കിടയിലേക്ക്, കർഷകർക്കിടയിലേക്ക്, സ്ത്രീകൾക്കിടയിലേക്ക് എല്ലാം കടന്നു ചെല്ലുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളെ തിരിച്ചറിയുകയായിരുന്നു. ഇന്ത്യയെ അറിയണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോകണം എന്ന മഹാത്മജിയുടെ ആ സന്ദേശം സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം നടന്നു തീർക്കുകയായിരുന്നു. അപ്പോൾ ആ യാത്രയുടെ അടുത്ത പടിയായിട്ടാണ് ഇപ്പോൾ ബീഹാറിലേക്കുള്ള ഈ യാത്ര. മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ അവിടേക്കും ഇതുപോലൊരു യാത്ര രാഹുൽ ഗാന്ധി പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ അതിന് സർക്കാർ പല തടസ്സങ്ങളും സൃഷ്ടിക്കുകയായിരുന്നു. എന്തായാലും എത്രയോ കാലമായി നെഹ്റു കുടുംബത്തെയും സോണിയാഗാന്ധിയെയും രാഹുലിനെയും പ്രിയങ്കയെയും എല്ലാം വ്യക്തിപരമായി അധിക്ഷേപിക്കാനും നമ്മുടെ ചരിത്ര പാരമ്പര്യത്തെ നിഷേധിക്കാനും സ്വാതന്ത്ര്യ സമര സേനാനികളെ മഹാത്മജിയെ പോലും വില കുറച്ച് കാണിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ, ചരിത്രത്തെ ഇല്ലാതാക്കാൻ, ചരിത്രത്തെ മായ്ച്ചു കളയാൻ BJP നടത്തുന്ന ആ ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് വളരെ വിശ്വാസ്യതയോടെ നടന്നിരുന്ന ആ തിരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. കാരണം മോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മോദി ചെയ്യുന്ന രാജ്യവിരുദ്ധമായ ഓരോ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യാൻ ചങ്കൂറ്റമുള്ള, ആർജവമുള്ള ഒരു ദേശീയ നേതാവ് ആയി രാഹുൽ ഗാന്ധി ഉയർന്നിരിക്കുകയാണ്.